കേരളത്തിലെ 70ഓളം ദിവസം നീണ്ടു നിൽക്കുന്ന കാളിയൂട്ട് മഹോത്സവം നടക്കുന്ന ഒരു അമ്പലമുണ്ട്. അത് എവിടെയാണെന്ന് അറിയാവോ? കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പോലീസ് ആചാര പ്രകാരമുള്ള ഗാർഡ് ഓഫ് ഓണർ നൽകാറുള്ള ഒരു ദേവിയുണ്ട്. അത് ആരാണെന്ന് അറിയാവോ? ഹലോ പീപ്സ്, ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലുതും ദീർഘവുമായ ഉത്സവം നടക്കുന്നത് ഇങ്ങ് തിരുവനന്തപുരം വെള്ളയാണിയിലാണ്. 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന വെള്ളയാണി അമ്മയുടെ കാളിയൂട്ട് മഹോത്സവം. അതെ, നാടും നാട്ടുകാരും ഒരുപോലെ കാത്തിരിക്കുന്ന നാടിന്റെ ഉത്സവം. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 4 ദിക്കിലും ദേവി എഴുന്നള്ളും. ദേശത്തിലെ വീടുകളിൽ കലാപരിപാടികൾ അരങ്ങേറും. എവിടെയും സന്തോഷം മാത്രം, ദേവി വരുന്നതിന് ആഘോഷം മാത്രം. വെള്ളയാണി ക്ഷേത്രത്തിലെ അശ്വതി പൊങ്കാല വളരെ പോപ്പുലർ ആണ്. മീനമാസത്തിലെ അശ്വതി നക്ഷത്രത്തിൽ നടക്കുന്ന പൊങ്കാലയിൽ ആയിരക്കണക്കിന് സ്ത്രീകളാണ് പങ്കെടുക്കുന്നത്. വെള്ളയാണി കായലിന്റെ കിഴക്കേ കരയിലാണ് വെള്ളയാണി ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുതും ദീർഘവുമായ ഉത്സവം 3 വർഷത്തിലൊരിക്കൽ ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. വെള്ളയാണി ദേവിയുടെ കാളിയൂട്ട് മഹോത്സവം എന്നാണ് ഈ ഉത്സവത്തെ അറിയപ്പെടുന്നത്. 30 ദിവസത്തോളമാണ് ഈ ഉത്സവം നീണ്ടു നിൽക്കുന്നത്. കുംഭമാസത്തിൽ ആരംഭിക്കുന്ന ഉത്സവം അവസാനിക്കുന്നത് മേടം 10-നാണ്. ഇനി എങ്ങനെയാണ് കാളിയൂട്ട് ഉത്സവം നടക്കുന്നതെന്ന് നോക്കാം. ഉത്സവത്തിന്റെ ആദ്യം പുറത്തിറങ്ങുന്ന ദേവി മേടം 10-ന് ദാരിക നിഗ്രഹത്തിന് ശേഷം ആറാട്ട് കഴിഞ്ഞു മാത്രമേ ശ്രീകോവിലിൽ കയറാറുള്ളൂ. ഈ നാളുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ദേവി ഇരിക്കുന്നത്. 4 ദിക്കുകളിലും ദേവി ദാരികൻ എന്ന അസുരനെ തിരയുന്ന ചടങ്ങാണ് ലിജോബലി എന്നറിയപ്പെടുന്നത്. ദാരികനെ തിരയാനായി ഇറങ്ങുന്ന ദേവിക്ക് ഭക്തർ വീടുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ പുരയിൽ ഇരുത്തി പൂജ നൽകുന്നു. ഇതിനെ ഇരുത്തിപ്പൂജ അല്ലെങ്കിൽ ഇറക്കിപ്പൂജ എന്ന അറിയപ്പെടുന്നത്. ഓരോ പ്രദേശത്ത് ദിക്കുബലി കഴിഞ്ഞെത്തിയാൽ ദേവി സന്നിധിയിൽ കളങ്കാവൽ, പോരുകളി, മാറ്റുവീശ ചടങ്ങുകൾ നടക്കും. അതിനുശേഷം ക്ഷേത്രത്തിന് പുറത്തിൽ വയലിൽ തയ്യാറാക്കിയ അണിയറ പുഴയിൽ ദേവി വിശ്രമിക്കും. ദാരികനെ കണ്ടെത്താനുള്ള മാർഗം അവിടെ നിന്നാണ് ആലോചിക്കുന്നത്. 4 ദിക്കുകളിലും ദാരികനെ തിരയുന്ന ദേവി കൊയ്തു കഴിഞ്ഞ 4 ദിക്കിലേക്കും വയലുകളിൽ കലങ്കാവൽ നടത്തും. 5000-ഓളം വീടുകളാണ് ദേവി ഈ സമയത്ത് പോകുന്നത്. ഓരോ വീട്ടിലെയും പൂജ 20 മിനിറ്റോളം നീളം എന്നതാണ് കണക്ക്. 3 വർഷത്തിലൊരിക്കൽ വരുന്ന ഈ മഹോത്സവത്തിലെ വീടുകൾ പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയാണ് എല്ലാവരും ദേവിയെ സ്വീകരിക്കുന്നത്. ബന്ധുക്കളും അയൽക്കാരും ഒത്തുകൂടും. അമ്മ എത്തുന്ന ദിവസം വീടുകളിൽ സദ്യ അടക്കമുണ്ടാകും. കല്യാണത്തിന് വീട് പെയിന്റ് അടിച്ചില്ലെങ്കിലും കാളിയൂട്ടിന് പെയിന്റ് അടിക്കുന്ന നിരവധി ആളുകൾ വെള്ളയാണിയിൽ ഉണ്ട്. അമ്മയുടെ വരവിനായി കാത്തിരിക്കുന്നവർ, അമ്മ വരുന്നതിൽ സന്തോഷിക്കുന്നവർ. ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിൽ പല കണക്കുകൂട്ടലുകളും 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കാളിയൂട്ട് ചുറ്റിപ്പറ്റി തന്നെയാണ്. ഭദ്രകാളിയുടെ തിരുമുഖം വരിക്കപ്ലാവിൻ തടിയിൽ കൊത്തിയെടുത്ത് ഉണ്ടാക്കുന്ന വിഗ്രഹമാണ് തിരുമുടി. മുടികൾ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് മുടിപ്പുരകൾ എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ മുടിയാണ് തിരുവനന്തപുരം വെള്ളയാണിയിലുള്ളത്. സ്വർണവും രത്നക്കല്ലുകളും പതിച്ച വെള്ളയാണി അമ്മയുടെ വിഗ്രഹത്തെ ആരും നോക്കി നിന്നു പോകും. 1 കോടി സൂര്യന്മാർ ഒരുമിച്ചുയർന്നാലും തിരുമുടിക്കല്ലേ തിളക്കം എന്നാണ് വെള്ളയാണി ക്ഷേത്രത്തിലെ തിരുമുടിയും വിശേഷിപ്പിക്കുന്നത്.